അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കൊട്ടപ്പുറം സംവാദത്തിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് ആയത്ത് ദുർവ്യാഖ്യാനിച്ചത് ഗുരുതരമായ തെറ്റ് തന്നെ. അതിലേക്ക് വരാം. അതിനു മുമ്പ് ശൈഖുന കാന്തപുരം ഉസ്താദ് എന്ന് കേൾക്കുമ്പോൾ എന്നെപ്പോലെയുള്ള ആളുകൾക്ക് ആഹ്ലാദമാണ്, രോമാഞ്ചമുണ്ടാകും. കാരണം കൊട്ടപ്പുറം സംവാദത്തിൽ ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ പെർഫോമൻസ് അത്രത്തോളമായിരുന്നു എന്നാണ് ചെറുപ്പത്തിലൊക്കെ ഞാൻ കേട്ടത്. കൊട്ടപ്പുറം സംവാദം വഹാബികളെ പിടിച്ചു കുലുക്കിയ സംവാദമായിരുന്നു. വഹാബികൾക്ക് വൻ പരാജയമാണ് സംഭവിച്ചിട്ടുള്ളത്. അതോടുകൂടി വഹാബികൾ പരസ്യമായ ഒരു സംവാദത്തിന് ഇന്നേ വരെ തയ്യാറായിട്ടില്ല. വഹാബി നേതാവായ അബ്ദുസ്സലാം സുല്ലമി പോലും കാന്തപുരം ഉസ്താദിനെ പുകഴ്ത്തി പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെയായിരുന്നു ഞാൻ കേട്ടിരുന്നത്. അവിടെ നിന്ന് ഞാൻ വളർന്ന് വലുതായി സംവാദ രംഗങ്ങളിലൊക്കെ അല്പസ്വല്പം ഇടപെടാൻ തുടങ്ങിയപ്പോഴാണ് വഹാബികളിൽ നിന്ന് എനിക്ക് കേൾക്കാൻ സാധിച്ചത് കൊട്ടപ്പുറം സംവാദത്തിൽ അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി കാന്തപുരം ഉസ്താദ് ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തു എന്ന്. ഇത് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ പാടില്ലെന്ന് പഠിപ്പിക്കുന്ന ശൈഖുന കാന്തപുരം ഉസ്താദ്, അത് ശിർക്കാണെന്ന് പഠിപ്പിക്കുന്ന ശൈഖുന കാന്തപുരം ഉസ്താദ്, അല്ലാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടി കേരളത്തിലെന്നല്ല കേരളത്തിന് പുറത്തു വരെ ആരാധനാലയം നിർമ്മിച്ച ശൈഖുന കാന്തപുരം ഉസ്താദ് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ഖുർആൻ ആയത്ത് ദുർവ്യാഖ്യാനം ചെയ്തിട്ടാണോ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്? ഞാൻ മാറി ചിന്തിക്കാൻ തീരുമാനിച്ചു. ശൈഖുന കാന്തപുരം ഉസ്താദിന്റെ ആ വോയിസ് ഒന്ന് എനിക്ക് കേൾപ്പിച്ചു തരുമോ എന്ന് ഞാൻ ചോദിച്ചു. തീർച്ചയായും കേൾപ്പിച്ചു തരാമെന്ന് പറഞ്ഞു. അവരെനിക്ക് വിട്ടുതന്നു. അത് കേട്ടപ്പോൾ അതിലേറെ ഞാൻ ഞെട്ടിപ്പോയി. ആ വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കേൾക്കാം. ഈ ഭാഗം കേട്ടപ്പോൾ കാന്തപുരം ഉസ്താദ് വഹാബികൾ പറഞ്ഞതുപോലെ പറയുന്നില്ലല്ലോ എന്നാണ് എനിക്ക് തോന്നിയത്. അവിടെ പറയുന്നത് അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവർ ജീവിച്ചിരിപ്പുള്ളവരാവട്ടെ മരിച്ചവരാവട്ടെ അവരോട് സഹായം ചോദിക്കാം. അത് ശിർക്കാണെന്ന് പറഞ്ഞിട്ടില്ല. അത് അല്ലാഹു പോരെ എന്നതിന് എതിരല്ല, സഹായ ചോദ്യം എന്നാണ് കാന്തപുരം ഉസ്താദ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ഉടനെ തന്നെ എനിക്ക് വിട്ടു തന്ന വഹാബിയോട് പറഞ്ഞു, വഹാബി നീ പറഞ്ഞത് ശരിയല്ല. അപ്പോൾ അവൻ പറഞ്ഞു, നിങ്ങൾ കുറച്ചുകൂടി അങ്ങോട്ട് കേൾക്കുക. അത് നമുക്കൊന്ന് കേട്ടു നോക്കാം. AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യമാണിത്. രോഗം മാറ്റിത്തരണേ, സഹായിക്കണേ, രക്ഷിക്കണേ, കുട്ടിയെ തരണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന അത് ഖുർആനിൽ പഠിപ്പിക്കുന്നുണ്ടോ? ആ ആയത്ത് ഏത് എന്നാണ് ശൈഖുന കാന്തപുരം ഉസ്താദിനോട് AP അബ്ദുൽ ഖാദർ മൗലവി ചോദിക്കുന്ന ചോദ്യം. ആ ചോദ്യം കേട്ടപ്പോഴും എനിക്കൊരു പ്രത്യേകതയും തോന്നിയില്ല. കാരണം രക്ഷിക്കണേ, സഹായിക്കണേ, രോഗം മാറ്റിത്തരണേ, കുട്ടിയെ തരണേ, ഇത് ആരാധനയുടെ വചനമായി എന്ന് പഠിപ്പിക്കുന്ന ഒരായത്തും ഖുർആനിലില്ല. പ്രാർത്ഥന എന്ന പദത്തിന് ആരാധിക്കുക എന്ന് മാത്രം അർത്ഥമുള്ളതായും ഒരു മലയാള ഡിക്ഷണറിയിലും ഞാൻ കണ്ടിട്ടുമില്ല. പ്രാർത്ഥനക്ക് അപേക്ഷിക്കുക, ക്ഷണിക്കുക, സഹായം ചോദിക്കുക എന്നൊക്കെ അർത്ഥം കാണുന്നുണ്ട്. അപ്പോഴാണ് വഹാബി എന്നോട് പറയുന്നത്, കാന്തപുരത്തിന്റെ മറുപടി കേട്ടിട്ട് എന്നോട് പറയൂ. മറുപടി കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത അത്ഭുതം തോന്നി, എനിക്ക് വല്ലാത്ത ഞെട്ടലുണ്ടായി. എന്നെ ഞെട്ടിപ്പിച്ച ആ മറുപടി നമുക്കൊന്ന് കേട്ടു നോക്കാം.
ഞങ്ങളുടെ മുമ്പ് കഴിഞ്ഞുപോയ മുസ്ലിങ്ങളോട് തങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ വിഷയത്തിൽ തന്നെ സഹായമാക്കുകയെന്ന് അല്ലാഹു തആല പറഞ്ഞ ആയത്ത് ഞാൻ ഞെട്ടിപ്പോകാനുണ്ടായ കാരണം മറ്റൊന്നുമല്ല. ഒറ്റപ്പുറം സംവാദത്തിൽ ഈ മറുപടിക്ക് ശേഷം അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടി ഈ ആയത്ത് താങ്കൾ ദുർവ്യാഖ്യാനിച്ചതാണ് എന്ന് നിങ്ങളുടെ ഭാഗത്തുള്ള ഏതെങ്കിലും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ആ വീഡിയോ എനിക്കൊന്ന് വിട്ടു തരണമെന്ന് പറഞ്ഞു. ഇതുവരെ വിട്ടു തന്നിട്ടില്ല. അന്ന് ചോദ്യം ചോദിച്ച വഹാബി പണ്ഡിതന്മാർക്കറിയാം, ശൈഖുന കാന്തപുരം ഉസ്താദ് അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടിയിട്ടല്ല ആ ആയത്തോതിയത്. അതുകൊണ്ടാണ് അവർ അങ്ങനെ ഒരു പരാമർശം നടത്താതിരുന്നത്. AP അബ്ദുൽ ഖാദർ മൗലവിയുടെ ചോദ്യം എന്താണ്? കുട്ടിയെ തരണേ, രക്ഷിക്കണേ, സഹായിക്കണേ എന്നിങ്ങനെയുള്ള പ്രാർത്ഥന നടത്തിയാൽ പ്രാർത്ഥന എന്ന വാക്കിന് ആരാധിക്കൽ മാത്രമാണ് അർത്ഥമുള്ളതായി AP അബ്ദുൽ ഖാദർ മൗലവി വിശ്വസിക്കുന്നതായി ഞാൻ മനസ്സിലാക്കുന്നില്ല. സ്കൂളിൽ പോകാത്ത ആളാണെങ്കിൽ പ്രാർത്ഥന എന്ന വാക്കിന് ആരാധന എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ എന്നൊരു പക്ഷേ ഇന്നത്തെ വഹാബികളെ പോലെ പടുജാഹിലീങ്ങളായ ആളുകൾ വിശ്വസിച്ചേക്കാം. സ്കൂളിൽ പോയ ഒരാൾക്ക് പ്രാർത്ഥന എന്ന വാക്കിന് ആരാധന എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറയുകയില്ല. അതുകൊണ്ടാണ് ശൈഖുന കാന്തപുരം ഉസ്താദ് വസ്അൽ മൻ അർസൽന എന്ന ആയത്തോതിയത്. അതെങ്ങനെയാണ് കാന്തപുരം ഉസ്താദ് ദുർവ്യാഖ്യാനിക്കലാകുന്നത്? മരണപ്പെട്ടു പോയവരോടോ അല്ലെങ്കിൽ വിദൂരത്തുള്ളവരോടോ ചോദിക്കൽ ആരാധനയാകുമെങ്കിൽ അതാണ് ആരാധന എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചതെങ്കിൽ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ എന്ന് അല്ലാഹു തആല പറയില്ല. വിശുദ്ധ ഖുർആനിൽ ഒരുപാട് സ്ഥലത്ത് പറയുന്നത് അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കരുത്, അല്ലാഹനെ മാത്രമേ ആരാധിക്കാവൂ എന്നാണ് അല്ലാഹു തആല പറയുന്നത്. അപ്പോൾ അല്ലാഹു തആല അവിടെ അത് പറയുകയും ഇവിടെ മരണപ്പെട്ടു പോയ അല്ലെങ്കിൽ ജീവിച്ചിരിപ്പുള്ള വിദൂരത്തുള്ളവരോടും ചോദിക്കാൻ വേണ്ടി അല്ലാഹു തആല പറയുകയും ചെയ്യുന്നു. ജീവിച്ചിരിപ്പുള്ള വിദൂരത്തുള്ളവരോടും മരണപ്പെട്ടവരോടും ചോദിക്കലാണ് ആരാധനയെങ്കിൽ, ഷിർക്കെങ്കിൽ അല്ലാഹു തആല നബിയെ കൊണ്ട് ഷിർക്ക് ചെയ്യിപ്പിക്കാൻ ശ്രമിച്ചു എന്നാണോ കരുതേണ്ടത്? മാത്രവുമല്ല, ആയത്തിന്റെ അവസാനവും കൂടി നമുക്കൊന്ന് പരിശോധിച്ചു നോക്കാം. വഹാബികളുടെ പരിഭാഷയിലുള്ള അർത്ഥാണ്: നിനക്ക് മുമ്പ് നമ്മുടെ ദൂതന്മാരായി നാം അയച്ചവരോട് ചോദിച്ചു നോക്കുക, അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളെയും നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്നാണ് ചോദിക്കാൻ പറയുന്നത്. ആരോട്? മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട്. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാർ മരണപ്പെട്ടവരോ ജീവിച്ചിരിപ്പുള്ള വിദൂരത്തുള്ള പ്രവാചകന്മാരോ ആണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ജീവിച്ചിരിപ്പുള്ള ഒരൊറ്റ പ്രവാചകനും സാന്നിധ്യത്തിലില്ല. ആ ചോദ്യം ആരാധനയാകുമെങ്കിൽ, ആ ചോദ്യം ദൈവമാക്കലാണ് എങ്കിൽ അള്ളാഹ്ക്ക് പുറമെ അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ദൈവങ്ങളെ നാം നിശ്ചയിച്ചു തന്നിട്ടുണ്ടോ നബിയേ എന്നവരോട് ചോദിക്കൂ എന്ന് അല്ലാഹു തആല പറയുകയില്ല. വഹാബികൾ അള്ളാഹുവിനെ വിഡ്ഢിയാക്കുന്നത് പോലെ മുസ്ലിമീങ്ങളായ ഞങ്ങൾക്ക് അല്ലാഹു തആല വിഡ്ഢിയാണെന്ന് പറയാൻ കഴിയില്ല. പിന്നെ എവിടെയാണ് കാന്തപുരം ഉസ്താദ് ദുർവ്യാഖ്യാനിച്ചിട്ടുള്ളത്? യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി ദുർവ്യാഖ്യാനം നടത്തിയത്, അതും വളരെ ഗുരുതരമായ ദുർവ്യാഖ്യാനം നടത്തിയത് വഹാബികളാണ്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. വസ്അൽ മൻ അർസൽന എന്ന ആയത്തിന്റെ അർത്ഥം വഹാബികൾ അയച്ചു തന്നതാണ് ഞാൻ വായിക്കുന്നത്, കേട്ടോ. അർത്ഥം എല്ലാവരും ഓർമ്മിച്ചു വെക്കണം. അതിനുശേഷമാവണം അവർ നടത്തിയ ദുർവ്യാഖ്യാനം എന്താന്ന് മനസ്സിലാക്കേണ്ടത്. നിനക്ക് മുമ്പ് നമ്മുടെ ദൂതന്മാരായി, അള്ളാന്റെ ദൂതന്മാരായി നാം അയച്ചവരോട്, അയച്ചവരോട് ചോദിച്ചു നോക്കുക, പരമകാരുണികന് പുറമെ ആരാധിക്കപ്പെടേണ്ട വല്ല ദൈവങ്ങളെയും
നാം നിശ്ചയിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു നോക്കൂ നബിയേ. ഇനി വഹാബികൾ ആ ആയത്തിനെ വിശദീകരിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. അള്ളാഹുവിന്റെ റസൂലെ, താങ്കൾ ചോദിക്കുക ഇഞ്ചീലിന്റെയും തൗറാത്തിന്റെയും ആളുകളോട്, അതായത് ജൂത നസ്രാണികളോട്, അല്ലെങ്കിൽ അവരിൽ നിന്നും ഇസ്ലാം മതം സ്വീകരിച്ചവരോട് ചോദിക്കൂ നബിയേ, അവരിലേക്ക് പ്രവാചകരിൽ ആരെങ്കിലും വന്നിരുന്നുവോ അള്ളാഹുവിനെ ഏകനാക്കുക എന്ന തൗഹീദ് കൊണ്ടല്ലാതെ? ഇതാണത്രേ ആ ആയത്തിന്റെ വ്യാഖ്യാനം. യഥാർത്ഥത്തിൽ ഇതല്ലേ ദുർവ്യാഖ്യാനം? നാം അയച്ച നമ്മുടെ ദൂതന്മാരോട് ചോദിച്ചു നോക്കാനാണ് അല്ലാഹു തആല പറഞ്ഞത്. വഹാബികൾ പറഞ്ഞതോ നാം അയച്ച നമ്മുടെ ദൂതന്മാർ എന്ന് പറഞ്ഞാൽ അത് ജൂതന്മാരും നസ്രാണികളുമാണ്, അല്ലെങ്കിൽ അവരിൽ നിന്ന് മുസ്ലിമായവരെയാണ്. അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കുന്ന ജൂതന്മാരെയും നസ്രാണികളെയും അള്ളാഹുവിന്റെ ദൂതന്മാരായി അല്ലാഹു തആല അയച്ചിട്ടുണ്ടോ? അള്ളാഹുവിന്റെ ദൂതന്മാരായി അയച്ചവരോട് ചോദിക്കണമെന്നല്ലേ അല്ലാഹു തആല പറഞ്ഞത്? അത് ജൂതന്മാരാണോ നസ്രാണികളാണോ? അങ്ങനെ ജൂതന്മാരെയും നസ്രാണികളെയും അല്ലാഹു തആല ദൂതന്മാരായി അയച്ചിട്ടുണ്ടോ? അപ്പോൾ മുസ്ലിമീങ്ങളെ മുശ്രിക്കാക്കാൻ വേണ്ടി പച്ച ദുർവ്യാഖ്യാനമാണ് വഹാബികൾ നടത്തിയിരിക്കുന്നത്, അല്ലാതെ കാന്തപുരം ഉസ്താദല്ല. അതുകൊണ്ടാണ് സലാം സുല്ലമി പറഞ്ഞത് കാന്തപുരം ഉസ്താദ് വിജയിച്ചു ആ കൊട്ടപ്പുറം സംവാദത്തിൽ നിന്ന്. പിന്നെ അവര് പറയുന്ന മറ്റൊരു വ്യാഖ്യാനമാണ് ഇസ്രാ മിഅ്റാജിന്റെ രാത്രിയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കുറെ പ്രവാചകന്മാർക്ക് ഇമാമായി നിസ്കരിച്ചിട്ടുണ്ടല്ലോ, അവരോട് ചോദിച്ചു നോക്കാനാ പറഞ്ഞത്. അവര് വഫാത്തായവരല്ലേ? അവർ അന്ന് ജീവിച്ചിരിപ്പുള്ളവരാണോ? യഥാർത്ഥത്തിൽ ഈ ആയത്ത് വഹാബിസത്തിന്റെ ശവക്കല്ലറക്ക് അവസാനത്തെ ആണി കൂടി അടിക്കുന്ന ആയത്താണിത്. വഹാബികൾ ഇതുവരെ ജനങ്ങളെ പറഞ്ഞു പറ്റിച്ചെന്താണ്? മരിച്ചവര് കേൾക്കൂല. എന്നാൽ അല്ലാഹു തആല പറയാണ് വഫാത്തായ മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ. മരിച്ചവര് കേൾക്കൂല എന്ന് അല്ലാഹു തആല പഠിപ്പിച്ചാൽ പിന്നെ മരിച്ചവരോട് ചോദിക്കാൻ അല്ലാഹു തആല പറയോ? മരിച്ചവര് കേൾക്കൂല എന്ന് അല്ലാഹു തആല പറഞ്ഞിട്ടില്ല. അത് ദുർവ്യാഖ്യാനിച്ചതാണ് വഹാബികൾ. ഈ ആയത്ത് ദുർവ്യാഖ്യാനിച്ചതുപോലെ യഥാർത്ഥത്തിൽ ദുർവ്യാഖ്യാനിച്ചത് വഹാബികളും പേര് ശൈഖുനാ കാന്തപുരത്തിനും. വഹാബികൾ എന്ത് ചെയ്യുന്നുവോ അതൊക്കെ മറ്റുള്ളവരിലേക്ക് ആരോപിക്കലാണ് വഹാബിസത്തിന്റെ പ്രധാന ഹോബി. അള്ളാഹ്ക്കറിയില്ലേ മരിച്ചവർ കേൾക്കൂല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്, പിന്നെ ഞാനിത് പറയാൻ പറ്റൂല? അല്ലാഹുവിനെ പോലും വിഡ്ഢിയാക്കാൻ ശ്രമിക്കുന്നവരാണ് അവരുടെ ദുർവ്യാഖ്യാനത്തിലൂടെ വഹാബികൾ. സലാം സുല്ലമി മാത്രമല്ല, ഹനീഫ് കായക്കുടിയും പറഞ്ഞിട്ടുണ്ട് കൊട്ടപ്പുറം സംവാദത്തിൽ കാന്തപുരം ഉസ്താദിനാണ് വിജയമെന്ന്. നമുക്കതൊന്ന് കേട്ടു നോക്കാം. കൊട്ടപ്പുറം സംവാദത്തിന് നേതൃത്വം നൽകുകയും മരിച്ചുപോയവരെ വിളിച്ചു തേടാൻ, മരിച്ചവരോട് പ്രാർത്ഥിക്കാൻ, അവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ വിശുദ്ധ ഖുർആനിൽ നിന്ന് തെളിവുദ്ധരിക്കാൻ സാധിക്കുമോ എന്ന ചോദ്യത്തിന് കാന്തപുരം വലിയ ബഹളത്തോടുകൂടി ഓതിയ വിശുദ്ധ ഖുർആനിലെ ആയത്ത് പിന്നീട് ഒരു സംവാദങ്ങളിലും പാരായണം ചെയ്യപ്പെട്ടില്ല എന്നതും മാത്രം മതി എത്രമാത്രം അധപ്പതനമാണ് പൗരോഹിത്യത്തിന് കൊട്ടപ്പുറത്ത് സംഭവിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ. ഈ വിവരക്കേട് കേട്ടതിന് ശേഷം, ഈ കള്ളത്തരം കേട്ടതിന് ശേഷം അയാൾ സമ്മതിക്കുന്നത് കേൾപ്പിക്കാന്ന് കരുതിയിട്ട പ്രവാചകന്മാരെ വിളിക്കുക, പ്രവാചകന്മാരോട് പ്രാർത്ഥിക്കുക, അതായത് സഹായം ചോദിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക. കാന്തപുരം ഉസ്താദ് എന്ത് ചെയ്തിട്ടുണ്ട്? ആയത്തോതി. അത് അധപ്പതനാണ് പോലും. ഖുർആൻ ആയത്തോതല് അധപ്പതനാണോ? ഖുർആൻ ആയത്ത് തെളിവാക്കല് അധപ്പതനമാണെന്നാണ് ഹനീഫ് കായക്കോട് പറയുന്നത്. ഇവര് ഖുർആൻ വിരോധികളായതിന് നമ്മളാണോ ഉത്തരവാദി? അല്ലാഹു അല്ലാത്തവരെ ആരാധിക്കാൻ വേണ്ടിയിട്ടാണ് ഖുർആൻ ആയത്ത് ഓതിയത് എന്ന പച്ചക്കള്ളം ഇവിടെ പൊളിഞ്ഞു തകരുകയാണ്. ഇനിയെങ്കിലും ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ പേരിൽ പച്ചക്കളവ് പറയൽ നിർത്തിവച്ചാൽ മതി. ഒരു പുസ്തകങ്ങളിലും ആ തെളിവ് പിന്നീട് ഉദ്ധരിക്കപ്പെട്ടില്ല. ഒരു സംവാദവേദിയിലും ആ തെളിവ് പിന്നീട് ഉദ്ധരിക്കപ്പെട്ടില്ല. എവിടെയും ആ തെളിവ് വായിച്ചുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രസംഗത്തിൽ ഇതാ മരിച്ചുപോയവരെ വിളിച്ചു തേടാൻ ഞങ്ങൾക്ക് ഈ തെളിവുണ്ട് എന്ന് പറയാൻ സാധിച്ചില്ല. നിരവധി സ്ഥലങ്ങളിൽ ഈ ആയത്ത് ഞാൻ തന്നെ പാരായണം ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഖുർആൻ ഓതുന്ന ലോക മുസ്ലിമീങ്ങളൊക്കെ പലപ്പോഴും ഈ ആയത്ത് ഓതാറുണ്ട്. ഖുർആൻ മുറുക്ക പിടിക്കുന്ന, തുറന്നു നോക്കാത്ത വഹാബികൾ ഓതാത്തതിന് ഞങ്ങളാണോ ഉത്തരവാദി? ആ സംവാദത്തിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായി എനിക്ക് തോന്നിയത് എന്താണാവോ
ആ ഏറ്റവും വലിയ സവിശേഷത നിങ്ങൾ അറിയട്ടെ. കാന്തപുരം അവസാനം AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മുന്നിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. തവസ്സുലിനെ കുറിച്ചൊന്നും പറയാനില്ലാത്തത് കൊണ്ട് ഇസ്തിഗാസയിലേക്ക് ഒന്നുകൂടി ഉരുണ്ടു നോക്കാമെന്നാണോ വിചാരം? എന്നാൽ മരിച്ചുപോയ നബിയുടെ ഖബറിനരികിൽ പോയി ഞങ്ങളുടെ ജനത വെള്ളമില്ലാതെ വിഷമിക്കുകയാണ്, ഞങ്ങൾക്ക് വെള്ളം തരണം എന്ന് പറഞ്ഞ ഹദീസിനെ പറ്റി നിങ്ങൾക്ക് എന്ത് പറയുവാനുണ്ട്? നിങ്ങളുടെ അമലുകൾ അല്ലാഹുവും റസൂലും സത്യവിശ്വാസികളും കാണും എന്ന ആയത്തിനെ കുറിച്ച് ഒരക്ഷരം മിണ്ടുന്നില്ല. ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഗൈബ് അറിയും എന്ന് സമ്മതിച്ച പോലെ ഇതും അങ്ങ് സമ്മതിച്ചേക്കും എന്നൊക്കെ പറഞ്ഞിട്ടാണ് കാന്തപുരം തവസ്സുലിനെ കുറിച്ച് ഞാൻ പഴയ ചോദ്യം ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചോദ്യം ചോദിക്കുന്നത്. ശൈഖുന കാന്തപുരത്തിന്റെ ഒന്നൊന്നര ചോദ്യമാണത്. കൊട്ടപ്പുറത്ത് ആ ചോദ്യം കേട്ടപ്പോ നമ്മളെ AP അബ്ദുൽ ഖാദർ മൗലവി പറയുന്നത് കൂടി നമുക്ക് കേൾക്കാം. ഉടൻ തന്നെ AP അബ്ദുൽ ഖാദർ മൗലവിയുടെ മറുപടി, ഇപ്പോൾ വഴിക്ക് വന്നല്ലോ, ഇപ്പോൾ വഴിക്ക് വന്നല്ലോ. ആരാണ് വഴിക്ക് വന്നത് എന്ന് ഹനീഫ് കായക്കൂടി തന്നെ പറയും. നമുക്കത് കേൾക്കാം. ജനങ്ങൾക്ക് വേണ്ടി മഴക്ക് തേടണം എന്ന് പറഞ്ഞത് ആരോടാണ്? നബിയോട് പ്രാർത്ഥിച്ചു എന്നാണ് പറഞ്ഞത്. ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന് ആ വിഷയം ചർച്ച ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് ഇതുവരെ ശ്രമിച്ചത്. ഇത് കേട്ടപ്പോ എന്നോട് ചിരിച്ചുപോയി. ആ വിഷയം ചർച്ച ചെയ്തത് കൊണ്ട് ആർക്കാ നഷ്ടമുണ്ടായത്? ഇയാള് പ്രസംഗിക്കാൻ വന്നത് എന്തിനാണെന്നറിയോ? കൊട്ടപ്പുറം സംവാദത്തോടു കൂടി മുജാഹിദുകൾ വളർന്നു എന്ന് പറയാനാണ് ഇയാൾ വന്നത്. പക്ഷെ പറഞ്ഞിട്ട് എത്തിയപ്പോ മുഹമ്മദ് നബിയെ അള്ളാഹുവിന്റെ അടുത്ത് പറഞ്ഞേക്കുക, നബിയെ ഞങ്ങൾ മഴക്ക് വേണ്ടി അങ്ങ് തേടണമെന്ന്, ഇങ്ങനെയൊന്നുണ്ട് തവസ്സുലിൽ എന്നിപ്പോൾ സമ്മതിച്ചല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന വിഷയത്തെ AP കൈകാര്യം ചെയ്യുന്നത്. ഇത് ഇന്നേറെ പ്രസക്തമാണ്. കാരണം ഹനീഫ് കായക്കൂടി പറയട്ടെ, ഇത് ശിർക്കാവുകയില്ല, ഇത് ശിർക്കാണ് എന്നാണ് കൊട്ടപ്പുറം സംവാദത്തിൽ രേഖപ്പെടുത്തിയത്. എന്നാൽ ഇത് ശിർക്കാവുകയില്ല എന്ന് വിശ്വസിക്കുന്ന ഒരു വിഭാഗം ആളുകൾ കേരളത്തിൽ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നു എന്നത് മുജാഹിദുകൾ വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കണം. സമസ്തക്കാര് മാത്രമല്ല, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പേരിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾ, മുമ്പ് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സംവാദങ്ങളിൽ പങ്കെടുത്തവർ, ഖണ്ഡന പ്രസംഗങ്ങളിൽ പങ്കെടുത്തവർ, മുജാഹിദുകളായി നടന്നിരുന്നവർ, അവരുടെ നാവിൽ നിന്ന് തന്നെ ഇത് ശിർക്കാവുകയില്ല എന്ന ഒരു സന്ദേശം കേരളത്തിൽ ലഭിക്കുകയുണ്ടായി. അവര് പറഞ്ഞു പൊതുവേദിയിൽ അത് ശിർക്കാവുകയില്ല. എങ്ങനെയുണ്ട്? AP അബ്ദുൽ ഖാദർ മൗലവി അടക്കമുള്ള ആളുകൾ കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു. അത് കേട്ട തലമുതിർന്ന ആളുകളും കൊട്ടപ്പുറം സംവാദത്തിൽ വെച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്ന് പറഞ്ഞാൽ ശിർക്കാണെന്ന്. അന്ന് സമസ്തക്കാര് പറഞ്ഞു അത് ഖുർആൻ വിരുദ്ധമാണ്. കാരണം അത് ശിർക്കാണെങ്കിൽ വസ്അൽ മൻ അർസൽനാ മിൻ ഖബ്ലിക മിർ റുസുലിനാ എന്ന് അല്ലാഹു തആല പറയൂല. മുൻകഴിഞ്ഞു പോയ പ്രവാചകന്മാരോട്, മരണപ്പെട്ടു പോയ ജീവിച്ചിരിപ്പുള്ള വിദൂരത്തുള്ള പ്രവാചകന്മാരോട് ചോദിച്ചു നോക്കൂ നബിയേ എന്ന് അല്ലാഹു തആല നബിയോട് പറയുകയില്ല. പക്ഷേ AP അബ്ദുൽ ഖാദർ മൗലവി ഖുർആൻ വിരുദ്ധമായ നിലപാടുമായി മുന്നോട്ട് പോയി. AP അബ്ദുൽ ഖാദർ മൗലവിയെ അണ്ണാക്ക് തൊടാതെ വിഴുങ്ങിയ തലമുതിർന്ന വഹാബികളും ഖുർആൻ വിരുദ്ധ നിലപാടുമായി 2012 വരെ മുന്നോട്ട് പോയി. പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ തലമുതിർന്ന പണ്ഡിതന്മാരും കാരണവന്മാരും അവർ കൊട്ടപ്പുറം വാദപ്രതിവാദം കേട്ടവരാണ്, അവർ കൊട്ടപ്പുറം വാദപ്രതിവാദം കണ്ടവരാണ്, അവർ കൊട്ടപ്പുറം വാദപ്രതിവാദത്തെ കുറിച്ചുള്ള ലേഖനങ്ങളും പുസ്തകങ്ങളും വായിച്ചവരാണ്. അവർ പറഞ്ഞു ഇത് ശിർക്കാണെന്നാണ് മുജാഹിദ് പ്രസ്ഥാനം പറഞ്ഞത്. 2012 ശേഷം വഹാബി പ്രസ്ഥാനം പിളർന്നപ്പോൾ വഹാബി പ്രസ്ഥാനത്തിലെ ഭൂരിപക്ഷം ആളുകളും അംഗമായിട്ടുള്ള വിഷ്ടം വിഭാഗം പറഞ്ഞു, കൊട്ടപ്പുറം സംവാദത്തില് AP അബ്ദുൽ ഖാദർ മൗലവി പച്ചക്കള്ളമാണ് പറഞ്ഞത്, ഖുർആൻ വിരുദ്ധ നിലപാടാണ് പറഞ്ഞത്, ഇസ്തസ്ഖിലി ഉമ്മത്തിക എന്നത് ശിർക്കല്ല, ശിർക്കാണെന്നതിന് പ്രമാണമില്ല. ഇപ്പോഴും ഒറ്റയും തെറ്റയുമായി ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനരികിൽ ചെന്ന് അള്ളാഹുവിന്റെ റസൂലെ ഞങ്ങൾക്ക് വേണ്ടി മഴക്ക് തേടണമേ എന്ന് പറഞ്ഞാൽ
അത് ശിർക്കാവുകയില്ല, അത് ഹറാമിയാവുകയുള്ളൂ എന്ന് പറയുന്നിടത്ത് ചില ആളുകൾ വളർന്നു വരുന്നുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. വഹാബിസം വരെ കൊട്ടപ്പുറം സംവാദത്തിലെ ദുർബലമായ വാദങ്ങൾ തള്ളിയവരാണ്. വഹാബിസത്തിലെ പൊള്ളയായ വാദങ്ങൾ തുറന്നു കാട്ടി കൊട്ടപ്പുറം സംവാദത്തിലൂടെ ശൈഖുന കാന്തപുരം ഉസ്താദ് എന്ന് വഹാബികളായ ഭൂരിപക്ഷം ആളുകളും അംഗീകരിക്കുന്നു. ഇവിടെ ഖുർആൻ ദുർവ്യാഖ്യാനിച്ചത് ആരാധനയല്ലാത്തതിനെ ആരാധനയാക്കിയത്, പ്രാർത്ഥനക്ക് ആരാധന എന്ന അർത്ഥം മാത്രമേ ഉള്ളൂ എന്ന് പറയുന്ന വിവരക്കേടിനുടമകൾ വഹാബികളാണെന്ന് തിരിച്ചറിഞ്ഞത് സുന്നികളെക്കാൾ വഹാബികൾ തന്നെയാണ് എന്നോർക്കുമ്പോൾ കൊട്ടപ്പുറം സംവാദത്തിന്റെ സുന്നികളുടെ വിജയത്തിന് മാറ്റുകൂട്ടുകയാണ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.